മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡി കസ്റ്റഡിയിൽ തുടരും. ഏപ്രിൽ 1 വരെ 4 ദിവസത്തേക്കാണ് ദില്ലി റൌസ് അവന്യൂ കോടതി കസ്റ്റഡി നീട്ടിയത്. കസ്റ്റഡിയെ കെജ്രിവാൾ എതിർത്തില്ല. തന്നെ കുടുക്കാനാണ് ഇഡി ശ്രമിക്കുന്നതെന്ന് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു. മദ്യനയ അഴിമതിയിലെ സൂത്രധാരനായ കെജ്രിവാൾ അന്വേഷണവുമായി പൂർണ്ണ നിസ്സഹകരണം തുടരുന്നുവെന്ന് കാണിച്ചാണ് കസ്റ്റഡി നീട്ടാൻ ഇഡി ആവശ്യപ്പെട്ടത്. ഗോവയിലെ ചിലർക്കൊപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പരിശോധനയും അന്വേഷണത്തിന് അനിവാര്യമാണെന്ന് ഇഡി അഭിഭാഷകൻ വാദിച്ചു. കോടതി അനുമതിയോടെ കെജ്രിവാൾ തന്നെയാണ് കേസിൽ തന്റെ വാദങ്ങൾ ഉന്നയിച്ചത്. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ മറുപടി നിറഞ്ഞ വാദങ്ങളായിരുന്നു കെജ്രിവാളിന്റേത്. ചില രേഖകൾ നൽകിയെന്ന മന്ത്രിമാരുടെ മൊഴി കൊണ്ട് മാത്രം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനാകുമോ? ഏജൻസികൾ 2 വർഷം അന്വേഷിച്ചിട്ടും തനിക്കെതിരെ തെളിവൊന്നും കിട്ടിയില്ല. ആം ആദ്മി പാർട്ടിയെ തകർക്കാനാണ് ഇഡി ശ്രമം. മദ്യനയ അഴിമതി സത്യത്തിൽ ഇഡി കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണുണ്ടായത്. പ്രതിയായ ശരത് ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയത് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ആരോപിച്ചു. എന്നാൽ ഈ പണമിടപാടിന് കേസുമായി ബന്ധമില്ലെന്നായിരുന്നു ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന്റെ വാദം. എൻഫോഴ്സ്മെന്റ് ആരോപണങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കസ്റ്റഡിയിൽ തുടരാമെന്ന് കെജ്രിവാൾ അറിയിച്ചത്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് ഇഡി ആവശ്യപ്പെട്ടതെങ്കിലും റോസ് അവന്യൂ പ്രത്യേക കോടതി ജഡ്ജ് കാവേരി ബവേജ 4 ദിവസമാണ് അനുവദിച്ചത്. ഇഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഏപ്രിൽ 3 ദില്ലി ഹൈക്കോടതി പരിഗണിക്കുന്നത്. PMLA നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസായതിനാൽ കോടതി നടപടികളിൽ ആം ആദ്മി പാർട്ടി അമിത പ്രതീക്ഷ വെച്ചു പുലർത്തുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശിൻ. റിപ്പോർട്ടർ, ദില്ലി.